Hi, good morning. How are you? Everybody fine? Okay. ടീച്ചറുടെ മക്കളൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങി നല്ല ഉഷാറായിട്ട് ഇരിക്കുകയാണല്ലേ? ഓക്കെ. ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കാൻ ഇഷ്ടപ്പെട്ടു? എല്ലാം ഇഷ്ടമായി? ഗുഡ്. അപ്പോൾ നമുക്ക് കഥകൾ ഇഷ്ടമാണോ എല്ലാവർക്കും? എവരിബഡി ലൈക്ക് സ്റ്റോറീസ്? I like stories very much. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കഥ. Today I am going to tell a story named The Honest Woodcutter. എന്താണ് കഥയുടെ പേരെന്താണ്? The Honest Woodcutter. സത്യസന്ധനായ മരം വെട്ടുകാരൻ. എന്താണ് കഥയുടെ പേര്? The Honest Woodcutter. അറിയാവോ മക്കൾക്ക് ഈ കഥ? അറിയാം? ഓക്കെ, ടീച്ചർ ഈ കഥ മക്കൾക്ക് വായിച്ച് ഒന്ന് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. റെഡിയാണോ കേൾക്കാനായിട്ട്? ഓക്കെ, എന്തായിരുന്നു കഥയുടെ പേര് ഒന്ന് പറഞ്ഞേ? യെസ്, ദ ഹോണസ്റ്റ് വുഡ് കട്ടർ. സത്യസന്ധനായ മരം വെട്ടുകാരൻ. ടീച്ചർ ഇന്ന് പറയാൻ പോകുന്ന ആരുടെ കഥയാണ്? ഒരു മരം വെട്ടുകാരൻ്റെ കഥയാണ്. മരം മുറിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? നമുക്ക് വീട്ടിലേക്ക് വിറകിനാവശ്യമായ മരങ്ങൾ മുറിക്കാറുണ്ട്. അതേപോലെ പുറത്തൊക്കെ എല്ലാവരും കാണാറുണ്ട് അല്ലേ? വലിയ മരങ്ങൾ ചിലപ്പം എന്തെങ്കിലും വീട്ടിലേക്കൊക്കെ മറിഞ്ഞ് വീഴാനായ മരങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ മുറിച്ചു മാറ്റും. അതിനാരെയാണ് വിളിക്കുന്നത്? മരം വെട്ടുകാരനെയാണ് വിളിക്കുക. അതേപോലെ ഒരു സത്യസന്ധനായ മരം വെട്ടുകാരൻ്റെ കഥയാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. ഓക്കെ, ദ ഹോണസ്റ്റ് വുഡ് കട്ടർ. വൺസ് അപ്പോൺ എ ടൈം a poor woodcutter lived in a small village. എന്താണ് പറയുന്നത്? ഒരു ദിവസം അല്ലെങ്കിൽ once upon a time, ഒരിക്കൽ ഒരിടത്ത് ആര് താമസിച്ചിരുന്നു? ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ താമസിച്ചിരുന്നു. Though he was very poor, he was always an honest and God-fearing person. അയാൾ എന്തായിരുന്നു? വളരെ പാവപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. അയാൾ എപ്പോഴും എന്തായിരുന്നു? സത്യസന്ധനായിരുന്നു. എല്ലാ സത്യസന്ധമായ കാര്യങ്ങളെ ചെയ്യൂ. അതേപോലെ എന്തായിരുന്നു? ഗോഡ് ഫിയറിങ് ആയിരുന്നു. ദൈവത്തിനോട് ഭയമുള്ള ആളാണ്. ഗോഡ് ഫിയറിങ് പറഞ്ഞാൽ എന്താണ്? ദൈവ ഭയമുള്ള ആളാണ്. ആര്? നമ്മുടെ മരം വെട്ടുകാരൻ. ഓൺ എ വെരി ഹോട്ട് ഡേ, ഒരു ഹോട്ടായ ദിവസമായിരുന്നു, ചൂടുള്ളൊരു ദിവസം. ഹി ടുക്ക് ഹിസ് ആക്സ് ആൻഡ് went inside the nearby the forest in search of wood. അയാൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? നല്ല സൂര്യപ്രകാശമുള്ള ചൂടുള്ളൊരു ദിവസമായിരുന്നു. അയാൾ എന്ത് ചെയ്തു? തൻ്റെ ആക്സും എന്തെടുത്തിട്ട്, ആക്സ് പറഞ്ഞാൽ എന്തായിരുന്നു? മഴു. തൻ്റെ ആക്സും എടുത്ത് എവിടേക്ക് ഇറങ്ങി? കാട്ടിലേക്ക് നടന്നു. ആര്? നമ്മുടെ മരം വെട്ടുകാരൻ. വൺ ഡേ, എ വെരി ഹോട്ട് ഡേ, he took his axe and went inside the nearby forest in search of wood. After searching for a long time, he found one good tree near a river inside the forest. എന്താ കണ്ടത്? കുറേ നേരം അയാൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ കുറേ നേരം തിരഞ്ഞതിന് ശേഷം അയാൾ എന്ത് കണ്ടു? കാടിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കണ്ടു? ഒരു ട്രീ കണ്ടു. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടത്? അയാൾ മരം മുറിക്കാൻ വേണ്ടി പോയതാണല്ലേ. എന്താ കണ്ടത്? ഒരു മരം കണ്ടു, നല്ല ഒരു മരം. ഓക്കെ, ആസ് ദ വുഡ് കട്ടർ വാസ് കട്ടിങ് ദ വുഡ്സ്, അയാൾ എന്ത് ചെയ്തു? മരം മുറിക്കാൻ വേണ്ടി തുടങ്ങി. അയാൾ കുറേ നേരം അന്വേഷിച്ചിട്ടാണ് എന്ത് കണ്ടെത്തിയത്? ഒരു മരം കണ്ടെത്തിയത്. ആസ് ദ വുഡ് കട്ടർ വാസ് കട്ടിങ് ദ വുഡ്സ്, his axe slipped from his hand. അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ മഴു എന്തായിപ്പോയി? വഴുതി താഴെ വീണു. അവിടെ എന്താ താഴെ ഉണ്ടായിരുന്നത്? slipped his hand and fell inside the water. അതെന്ത് ചെയ്തു? അതാ വെള്ളത്തിലേക്ക് വീണു. അതിൻ്റെ താഴെ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. അതിലേക്ക് എന്ത് ചെയ്തു? മഴു താഴോട്ട് വീണു. അയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മരം വെട്ടുകയായിരുന്നു. അപ്പം എന്തറിയാതെ അയാളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി അയാളുടെ മഴു താഴേക്ക് വീണു. The river was very deep.
അതെന്തായിരുന്നു? ആ നദി വളരെ ആഴമേറിയതായിരുന്നു. ഹി could not get into the water to take his axe out. He started crying. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ വെള്ളത്തിനകത്തേക്ക് മുങ്ങിയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ മഴ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്താ കാരണം? അതിന് വളരെ ആഴമുണ്ട്. അപ്പോൾ അതിൽ മുങ്ങിത്താണ് അത് എടുക്കാനുള്ള കഴിവ് ആർക്കില്ല? നമ്മളെ വുഡ്കട്ടറിനില്ല. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? നമ്മുടെ മരം വെട്ടുകാരൻ്റെ മഴ വഴുതി എവിടെയാ പോയത്? ആ പുഴയിലേക്ക് വീണു. Suddenly an angel appeared from inside the river water. പെട്ടെന്ന് ആരാ പ്രത്യക്ഷപ്പെട്ടത്? യെസ്, എ angel. She asked why the woodcutter was crying. എന്തിനാ കരയുന്നത്? നമ്മുടെ ഏഞ്ചൽ ചോദിച്ചു. കണ്ടില്ലേ എല്ലാവരും ഏഞ്ചലിനെ? നല്ല സുന്ദരിയായ ഏഞ്ചലാണ് അല്ലേ? മാലാഖയാണ്. മാലാഖ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് വുഡ്കട്ടറിനോട് എന്താ ചോദിച്ചത്? വൈ ദ വുഡ്കട്ടർ വാസ് ക്രൈയിങ്. ആരാ ചോദിച്ചത്? നമ്മുടെ ഏഞ്ചൽ ചോദിച്ചു. ദ വുഡ്കട്ടർ ടോൾഡ് ഹർ അബൌട്ട് ഹൗ ഹിസ് ആക്സ് ഫെൽ ഇൻസൈഡ് ദ വാട്ടർ. എന്തു പറ്റി? എന്താ വുഡ്കട്ടർക്ക് പറ്റിയത്? അയാളുടെ മഴു വെള്ളത്തിലേക്ക് വീണുപോയി. അയാൾ ആരോടാ പറഞ്ഞത്? ഏഞ്ചലിനോട് പറഞ്ഞു, എൻ്റെ മഴു വെള്ളത്തിലേക്ക് തെറിച്ചു വീണുപോയി. The angel went inside water and after some time came out. എന്ത് ചെയ്തു? എന്താ ചെയ്തത്? angel went inside the water. വെള്ളത്തിനുള്ളിലേക്ക് പോയി. After some times, കുറച്ച് സമയത്തിന് ശേഷം, come out with a golden axe in her hand. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഏഞ്ചലിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? a golden axe, ഒരു സ്വർണ്ണമഴു. ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ മാലാഖയുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു സ്വർണ്ണമഴു. The woodcutter refused to accept that golden axe. അയാൾ എന്ത് പറഞ്ഞു? നോ, അതെൻ്റെ അല്ല. അയാളത് നിരസിച്ചു. വേഗം ഏഞ്ചൽ എന്ത് ചെയ്തു? അത് കൊടുക്കാൻ നോക്കിയപ്പം നമ്മുടെ വുഡ്കട്ടർ എന്താ പറഞ്ഞത്? അല്ല ഏഞ്ചൽ, അത് എൻ്റെ ആക്സ് അല്ല, എൻ്റെ മഴു അല്ല ഇത്. എന്താണ് കൊണ്ടുവന്നത് ഏഞ്ചല്? ഗോൾഡൻ ആക്സ്, സ്വർണ്ണമഴുവാണ് കൊണ്ടുവന്നത്. വെള്ളത്തിലേക്ക് പോയി വേഗം പൊങ്ങി വന്നിട്ട് എന്താ കൊണ്ടുവന്നത്? ഒരു സ്വർണ്ണമഴു. പക്ഷെ നമ്മുടെ വുഡ്കട്ടർ എന്താണ്? എൻ്റെ മഴു ഇതല്ല, ഇതെൻ്റെ മഴുവേ അല്ല, ഇതെനിക്ക് വേണ്ട. അയാൾ വേഗം പറഞ്ഞു. ദ ഏഞ്ചൽ അഗെയിൻ വെന്റ് ഇൻസൈഡ് ദ വാട്ടർ. വീണ്ടും നമ്മുടെ ഏഞ്ചൽ എന്ത് ചെയ്തു? വെള്ളത്തിനുള്ളിലേക്ക് പോയി. ദിസ് ടൈം ഷി കെയിം ഔട്ട് വിത്ത് എ സിൽവർ ആക്സ്. ഈ സമയത്ത് അവൾ എന്താ കൊണ്ടുവന്നത്? നമ്മുടെ ഏഞ്ചല് ഒരു സിൽവർ ആക്സ്. എന്ത് മഴുവാണ് കൊണ്ടുവന്നത്? വെള്ളി മഴു. ആദ്യം സ്വർണത്തിൻ്റെ മഴു, ഇപ്പോഴോ ഒരു വെള്ളി മഴു. ദ ആക്സ്, എ സിൽവർ ആക്സ്, ആൻഡ് ഗേവ് ഇൻ ടു ദ വുഡ് കട്ടർ. എന്നിട്ട് എന്ത് ചെയ്തു? അത് നമ്മുടെ വുഡ് കട്ടറിന് കൊടുത്തു, മരം വെട്ടുകാരന് കൊടുത്തു. Again the woodcutter refused. വീണ്ടും അയാൾ എന്ത് പറഞ്ഞു? refused, saying that his was not a silver axe. എൻ്റെ മഴു ഒരു സിൽവർ മഴു അല്ല, ഇതെനിക്ക് വേണ്ട, ഇതെൻ്റെ മഴുവല്ല. എൻ്റെ മഴു ഇതുപോലെ വെള്ളി മഴുവല്ല, എൻ്റേത് എന്താണ്? അയാൾക്കറിയാം അയാളെ മഴു എങ്ങനെയുള്ളതാണെന്ന്. ദ ഏഞ്ചൽ ഡൈവ്ഡ് ഇൻ ടു ദ വാട്ടർ. ഏഞ്ചൽ എന്ത് ചെയ്തു? വീണ്ടും വെള്ളത്തിനുള്ളിലേക്ക് മുങ്ങി. ഡൈവ്ഡ് ഇൻ ടു ദ വാട്ടർ. ദിസ് ടൈം ഷി കെയിം ഔട്ട് വിത്ത് എ വുഡ് കട്ടേഴ്സ് അയൺ ആക്സ്. ഈ സമയത്ത് നമ്മുടെ ഏഞ്ചൽ എന്താ കൊണ്ടുവന്നത്? നമ്മുടെ മരം വെട്ടുകാരൻ്റെ അയൺ ആക്സ്. അതെ, ഇരുമ്പിൻ്റെ മഴുവാണ് ഈ പ്രാവശ്യം നമ്മുടെ ഏഞ്ചൽ കൊണ്ടുവന്നത്. The woodcutter happily accepted his axe and thanked the angel. Thank you, angel. എന്താ പറഞ്ഞത്? അയാൾക്ക് ഭയങ്കര സന്തോഷം. തൻ്റെ അയൺ ആക്സ് കിട്ടി, തൻ്റെ ഇരുമ്പിൻ്റെ മഴു കിട്ടി. മരം വെട്ടാൻ നമ്മൾ ഉപയോഗിക്കുക എന്തിൻ്റെ മഴുവാണ്? ഇരുമ്പ് കൊണ്ടുള്ള മഴുവാണ്. അപ്പം അത് തിരിച്ചു കിട്ടി. അയാൾക്ക് ഒത്തിരി സന്തോഷമായി. The angel was pleaded with his honesty. അയാൾ എന്താ ചെയ്തത്? അയാൾക്ക് മഴ കിട്ടിയപ്പോൾ അയാൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം നമ്മുടെ ഏഞ്ചൽ എന്തായി? എന്ത് തോന്നി? പ്ലീഡഡ് ഹിസ് ഹോണസ്റ്റി. അയാളുടെ സത്യസന്ധതയിൽ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ദ ഏഞ്ചൽ റിവാർഡഡ് ദ ഗോൾഡ് ആൻഡ് സിൽവർ ആക്സ് ടു ദാറ്റ് വുഡ് കട്ടർ.
ആർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഏഞ്ചൽ ഈ 2 മഴവും കൊടുത്തു? ആ ഗോൾഡൻ മഴവും ഒപ്പം ആ സിൽവർ മഴവും ആർക്ക് വേണ്ടി കൊടുത്തു? നമ്മുടെ വുഡ് കട്ടറിന് വേണ്ടി കൊടുത്തു അല്ലേ? വുഡ് കട്ടറിന് ആദ്യം ഏത് മഴയായിരുന്നു കൊണ്ടു കൊടുത്തത്? യെസ്, ദാറ്റ് ഗോൾഡൻ ആക്സ്. സെക്കൻഡ് ടൈം ദാറ്റ് സിൽവർ ആക്സ്. അപ്പോഴൊക്കെയാണ് എന്താ പറഞ്ഞത്? വേണ്ട, അത് എൻ്റെ മഴവല്ല, എനിക്ക് എൻ്റെ മഴ മതി എന്നാണ് പറഞ്ഞത്. ദ ഏഞ്ചൽ വാസ് പ്ലീഡഡ് വിത്ത് ഹിസ് ഹോണസ്റ്റി. ആരുടെ ഹോണസ്റ്റിയിലാണ് തോന്നിയത്? നമ്മുടെ ഏഞ്ചലിന് വുഡ് കട്ടറിൻ്റെ സത്യസന്ധതയിൽ വളരെ ദയ തോന്നി. എന്നിട്ടോ ദ ഏഞ്ചൽ റിവാർഡഡ് ദ ഗോൾഡ് ആൻഡ് സിൽവർ ആക്സ് ടു ദാറ്റ് വുഡ് കട്ടർ. എന്തൊക്കെയാണ് കൊടുത്തത്? ആ സിൽവർ മഴവും കൊടുത്തു, ആ ഗോൾഡൻ മഴവും കൊടുത്തു. ആർക്ക്? നമ്മുടെ വുഡ് കട്ടറിന്. എന്താണ് വുഡ് കട്ടറിന് ഇത് കിട്ടാൻ കാരണം? എന്താ കിട്ടാൻ കാരണമായത്? നമ്മുടെ വുഡ് കട്ടറിൻ്റെ ഹോണസ്റ്റിയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, ഹോണസ്റ്റി ഓൾവേസ് ഗെറ്റ് റിവാർഡഡ്. സത്യസന്ധത എപ്പോഴും പ്രതിഫലം അർഹിക്കുന്നതാണ് അല്ലേ? സത്യസന്ധരായ ആൾക്കാർക്ക് എപ്പോഴും നല്ല പ്രതിഫലം തന്നെ ലഭിക്കും അല്ലേ? എന്താണ് നമ്മളിപ്പോൾ പഠിച്ച കഥ? എ ഹോണസ്റ്റ് വുഡ് കട്ടർ. ടീച്ചർ ഒന്ന് ആ കഥ മലയാളത്തിൽ പറയട്ടെ. ടീച്ചർ മക്കൾക്ക് ഇഷ്ടമാണോ മലയാളത്തിൽ ആ കഥ കേൾക്കാൻ? ഓക്കെ, നമ്മളിപ്പോൾ പറയുന്നത് ദ ഹോണസ്റ്റ് വുഡ് കട്ടർ. ദ ഹോണസ്റ്റ് വുഡ് കട്ടർ, സത്യസന്ധനായ മരം വെട്ടുകാരൻ. ഒരു ദിവസം ഒരിടത്ത് ഒരു മരം വെട്ടുകാരൻ, സത്യസന്ധനായ ഒരു മരം വെട്ടുകാരൻ താമസിച്ചിരുന്നു. അയാളുടെ ജീവിതം പുലർത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? മരം വെട്ടി കിട്ടുന്ന പണം കൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. അപ്പം വളരെ പാവപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ മരം വെട്ടുകാരൻ. അയാൾ അന്നത്തെ ദിവസവും എന്തിനായി പുറപ്പെട്ടു? മരം വെട്ടാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ അയാളൊരു കാടിൻ്റെ അടുത്തേക്ക് നടന്ന്, കാടിൻ്റെ നടുവിൽ കുറച്ച് വിട്ടിട്ട് എന്ത് കിട്ടി? അയാൾക്ക് മുറിക്കാൻ പറ്റിയ നല്ലൊരു മരം കിട്ടി. മരത്തിൻ്റെ ചുവടെ കൂടെ എന്തായിരുന്നു പോകുന്നുണ്ടായിരുന്നത്? ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു അല്ലേ? ആ പുഴ അതിനടുത്താണ് നമ്മുടെ മരം വെട്ടുകാരൻ കണ്ടെത്തിയ മരം, മുറിക്കാനായിട്ട് കണ്ടെത്തിയ മരം. അയാൾ എന്ത് ചെയ്തു? മരം മുറിക്കാൻ വേണ്ടി മരത്തിൻ്റെ മുകളിൽ കയറി ആഞ്ഞു വെട്ടാൻ തുടങ്ങി. മരം മുറിക്കണ്ടേ? അയാളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു മഴുണ്ട്. മഴ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മരം വെട്ടുകാരൻ മരം മുറിക്കുന്നത്. അങ്ങനെ കുറേ നേരം വെട്ടിയപ്പോൾ എന്ത് ചെയ്തു? അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ ആ മഴ താഴേക്ക് വീണു. എവിടെയാണ് വീണത്? മഴ തെറിച്ച് നമ്മുടെ റിവറിലേക്ക് വീണു, ആ പുഴയിലേക്ക് വീണു. പക്ഷെ ആ പുഴയ്ക്ക് ഒത്തിരി ആഴം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മരം വെട്ടുകാരന് ആ പുഴയിലേക്ക് ഇറങ്ങി ആ മഴ എടുക്കാൻ കഴിയില്ലായിരുന്നു. അയാൾ വളരെ സങ്കടത്തിലായി. അയാൾ ആ പുഴയുടെ കരയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി, നല്ല ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ ആ പുഴയിൽ നിന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു, ഒരു ഏഞ്ചൽ. പഠിച്ചില്ലേ? എന്നിട്ട് മാലാഖ ചോദിച്ചു, എന്താ മരം വെട്ടുകാരാ, നീ എന്തിനാണ് ഇവിടെ ഇരുന്ന് കരയുന്നത്? അപ്പം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ മരം മുറിക്കുകയായിരുന്നു, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ കോടാലി അറിയാതെ വെള്ളത്തിലേക്ക് വീണു. ഇതിലിറങ്ങി അത് എടുക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ പറഞ്ഞപ്പം ദേവത പറഞ്ഞു, ഞാൻ സഹായിക്കാം നിന്നെ. ആ ഏഞ്ചൽ പറഞ്ഞു, എന്ത്? ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഏഞ്ചൽ എന്ത് ചെയ്തു? ഒന്നും കൂടെ വെള്ളത്തിനകത്തേക്ക് ഊളിയിട്ട് പോയി. എന്നിട്ടോ ഒന്ന് നല്ലോണം ഊളിയിട്ടപ്പോൾ എന്നിട്ട് പൊങ്ങി വന്നു. അപ്പോൾ എന്താ കണ്ടത്? നമ്മുടെ ദേവതയുടെ കയ്യിലൊരു എന്തുണ്ട്? ആക്സ് ഉണ്ട്, ഒരു മഴുണ്ട്. അത് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? നമ്മുടെ മരം വെട്ടുകാരന് കൊടുത്തു. ഇതാ നിൻ്റെ മഴ ഇതാ. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? അയ്യോ, ഇതെൻ്റെ മഴവല്ല. നമ്മുടെ മരം വെട്ടുകാരൻ പറഞ്ഞു ദേവതയോട്, ഇതെൻ്റെ മഴവല്ല. എന്താ പറയാൻ കാരണം? നമ്മുടെ ദേവത കൊണ്ടുവന്നത് എന്ത് മഴവായിരുന്നു? നമ്മളെ ഏഞ്ചൽ കൊണ്ടുവന്നത് എന്ത് മഴവായിരുന്നു? ഈ ഗോൾഡൻ ആക്സ്, സ്വർണ്ണ മഴവായിരുന്നു. അപ്പം മരം വെട്ടുകാരൻ എന്താ പറഞ്ഞത്? ഇതെൻ്റെ മഴവല്ല, എൻ്റെ മഴ ഇങ്ങനെയുള്ളതല്ല. ഇത് കേട്ടപ്പോൾ ദേവത പറഞ്ഞു, എങ്കിൽ ശരി, ഞാൻ ഒന്നും കൂടെ പോയി നോക്കാം. ദേവത വീണ്ടും വെള്ളത്തിനകത്തേക്ക് ഊളിയിട്ട് പോയി. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊങ്ങി വന്നു. അപ്പോൾ ദേവതയുടെ കയ്യിൽ വീണ്ടും ഒരു കോടാലി കൂടിയുണ്ട്. അപ്പം ദേവത മരം വെട്ടുകാരന് വീണ്ടും ആ കോടാലി കൊടുത്തു. അപ്പം മരം വെട്ടുകാരൻ വീണ്ടും പറഞ്ഞു, ഇതെൻ്റെ കോടാലിയല്ല, ഇതെനിക്ക് വേണ്ട. എന്താ? രണ്ടാമത് ദേവത കൊണ്ടുവന്നത് ഒരു സിൽവർ ആക്സ് ആയിരുന്നു, വെള്ളി മഴ. അപ്പം വീണ്ടും മരം വെട്ടുകാരൻ എന്താ പറഞ്ഞത്? ഇതെൻ്റെ മഴവല്ല, എൻ്റെ മഴ വേറെയാണ്,
എനിക്ക് എന്താ വേണ്ടത്? എൻ്റെ മഴുവാണ് വേണ്ടത്, ഇതെൻ്റെ മഴുവല്ല. അപ്പം നമ്മുടെ ദേവത എന്താ പറഞ്ഞത്? എന്നാൽ ഞാൻ ഒന്നും കൂടെ പോയി നോക്കട്ടെ. അപ്പം വീണ്ടും ഒരു മഴ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേവത വീണ്ടും വെള്ളത്തിനകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ദേവത പൊങ്ങി വന്നു. അപ്പോൾ ദേവതയുടെ കയ്യിൽ ഒരു കോടാലി ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ മരം വെട്ടുകാരൻ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഭയങ്കര സന്തോഷം. ആർക്ക്? നമ്മുടെ മരം വെട്ടുകാരന്. എന്താ സന്തോഷിക്കാൻ കാരണം? ദാറ്റ്സ് എൻ അയൺ ആക്സ്. അതെന്താണ്? നമ്മുടെ ഇരുമ്പ് മഴുവായിരുന്നു അത്. അതായിരുന്നു നമ്മുടെ മരം വെട്ടുകാരൻ്റെ സാക്ഷാൽ മഴു. അപ്പോൾ അത് കണ്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷം വന്നു. അങ്ങനെ ദേവതയോട് പറഞ്ഞു, ഇതാണ് എൻ്റെ മഴു, എനിക്ക് ആ മഴു തന്നോളൂ പറഞ്ഞിട്ട് ആ മഴു ആര് വാങ്ങി? നമ്മുടെ മരം വെട്ടുകാരൻ വാങ്ങി. ഇത് കണ്ട് ദേവതയ്ക്ക് വല്ലാണ്ട് ദയ തോന്നി. ആരോട്? നമ്മുടെ മരം വെട്ടുകാരനോട്. എന്താ തോന്നാൻ കാരണം? നമ്മളാണെങ്കിൽ പറയോ, ഈ ഗോൾഡൻ ആക്സ് കൊണ്ട് തന്നു, സിൽവർ ആക്സ് കൊണ്ട് തന്നു, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അതെൻ്റെ മഴവാണെന്ന് പറഞ്ഞ് വാങ്ങൂ അല്ലേ? സത്യസന്ധരായ ആൾക്കാർ അത് ചെയ്യില്ല. നമ്മുടെ വുഡ് കട്ടർ എന്താ ചെയ്തത്? സ്വന്തം അയൺ ആക്സ് മാത്രം വാങ്ങിച്ച് മറ്റേതൊന്നും എൻ്റെതല്ല എന്ന് പറഞ്ഞു. ഇതിൽ സഹതാപം തോന്നിയ ദേവത ആ സിൽവർ ആക്സും ഗോൾഡൻ ആക്സും ഒക്കെ ആർക്ക് സമ്മാനമായി നൽകി? നമ്മുടെ ഹോണസ്റ്റ് വുഡ് കട്ടർക്ക്, സത്യസന്ധനായ മരം വെട്ടുകാരന് ആ സ്വർണ്ണമഴവും വെള്ളിമഴവും ഒക്കെ സമ്മാനമായിട്ട് നൽകി. അപ്പം എന്താ നമ്മളിവിടെ കാണുന്നത്? സത്യസന്ധതയ്ക്ക് എപ്പോഴും പ്രതിഫലം ലഭിക്കും അല്ലേ? സത്യസന്ധരായ ആൾക്കാർക്ക് എപ്പോഴും പ്രതിഫലം ലഭിക്കും. അപ്പോൾ എന്താ ടീച്ചർ പറഞ്ഞത്? മക്കളെല്ലാവരും അങ്ങനെ വളരാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ കാര്യത്തിനും എന്ത് വേണം? സത്യസന്ധത പാലിക്കണം. കളവ് പറയാൻ പാടില്ല, കള്ളം ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ലേ എല്ലാവരും? ടീച്ചർ മക്കളൊക്കെ വെരി ഗുഡാണ്, ടീച്ചർക്കറിയാം. എല്ലാവരും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ മനസ്സിലായില്ലേ നമ്മളെ വുഡ് കട്ടറിൻ്റെ കഥ? ഓക്കെ, ഇനി ടീച്ചർ വീണ്ടും ഒരു കഥയും പാട്ടും ഒക്കെ ആയിട്ട് വീണ്ടും വരും. അപ്പോഴേക്കും ഈ കഥ എല്ലാവരും വായിച്ച് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, ബൈ ബൈ. സീ യു നെക്സ്റ്റ് ക്ലാസ്. The Honest Woodcutter. Once upon a time, a poor woodcutter lived in a small village. Though he was very poor, he was always an honest and God-fearing person. On a very hot day, he took his axe and went inside the nearby forest in search of wood. After searching for a long time, he found one good tree near a river inside the forest. As the woodcutter was cutting the woods, his axe slipped from his hands and fell inside the river. The river was very deep, so he couldn't get into the water to take his axe out. He started crying. Suddenly, an angel appeared from inside the river water. She asked why the woodcutter was crying. The woodcutter told her about how his axe fell inside the water. The angel went inside the water and after some time came out with a golden axe in her hands. The woodcutter refused to accept that golden axe. The angel again went inside the water. This time she came out with a silver axe and gave it to the woodcutter. Again, the woodcutter refused, saying that his was not a silver axe. The angel dived into the water. This time, she came out with the woodcutter's iron axe.
The woodcutter happily accepted his axe and thanked the angel. The angel was pleased with his honesty. The angel rewarded the gold and the silver axes to that woodcutter. Moral: honesty always gets rewarded.